മോനെ എസ്തപ്പാനെ, നീ പൊളിയാടാ, നീ മുത്താടാ. അയ്യോ എസ്തപ്പാനല്ല, എസ്തവായോ വില്യൻ. നീ വില്ലല്ല, നീയാണ് നമ്മുടെ നായകൻ. പിന്നെ കാസി, നീ എന്റെ പഴയ റയലിലെ കാസിംബായ് തന്നടാ. അപ്പൊ ഞാന് കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പൊ എന്റെ അടുത്ത് പഴയ സ്നേഹമൊന്നുമില്ല. എന്നോട് തന്നെ നീ ഇത് പറയണം. ആ സിദാന്റെ കീഴിൽ ഇപ്പൊ എൻട്രിക്ക് ഇരിക്കുന്ന പോലെ ഒരു മൂലയിൽ ചൊറിയും കുത്തിയിരുന്ന് നിന്നെ പിടിച്ച് ഫസ്റ്റ് ലെവലിൽ ഇറക്കി അത് കഴിഞ്ഞ് ബാലൻഡിയോർ വരെ എത്തിച്ച് എന്നോട് തന്നെ നീ ഇത് പറയണം. അയ്യേ, ഞാൻ ഒരു തമാശ പറഞ്ഞില്ലേ, എല്ലാം അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കും കൊച്ചി എന്തായാലും കളിയിൽ എല്ലാത്തിനും ഒരു ഒത്തൊരുമയൊക്കെ വന്നിട്ടുണ്ട്. അത് പിന്നെ നിങ്ങളല്ലേ കോച്ച്. പിന്നെ സുൽത്താൻ കൂടെ വരുമ്പോഴാണ് ഇടിയുടെ വെടി പൂരം നടക്കാൻ പോകുന്നത്. ഇനിയും വരാനും ഉണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്. റഫീനിയ, അലിസൺ, ആന്റണി, എൻട്രിക്. എൻട്രിക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവന്റെ കാര്യം എന്തായി? എൻട്രിക്കിന് അടുത്ത വിൻഡോയിൽ ലോണിൽ കൊടുക്കാൻ അവിടുത്തെ പ്ലാൻ. ബ്രസീലിലും കൂടെ അവന് അവസരം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവന്റെ മൈൻഡ് സെറ്റിന് ഇന്ത്യയിൽ പോയി ഇന്ത്യക്ക് വേണ്ടി കളിച്ചു കളയും. പിന്നെ ഇന്ത്യയിൽ ബ്രസീലുകാരെ കളിപ്പിക്കാൻ പോയില്ലേ, ഒന്ന് പോടാ. അവിടെ ഇപ്പൊ അങ്ങനെ വെളിയിലുള്ളവർക്ക് പാസ്പോർട്ടൊക്കെ കൊടുത്ത് ഇന്ത്യക്ക് വേണ്ടിയും കളിപ്പിക്കും. ശരിക്കും? എന്തിനാണ് പറയുന്നത്? നമ്മുടെ ബ്രസീലിലുള്ളൊരു മോഡലുണ്ട്, അവർ ഇന്ത്യയിൽ വോട്ട് വരെ ചെയ്തിട്ടുണ്ട്. അതും ഒന്നല്ല, 22 എണ്ണം. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയെ, ഇതൊക്കെയാണ് വികസനം.